പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുകയാണ്. പക്ഷേ അതിനിടയിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഒരു കപ്പലിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആ കപ്പൽ റഷ്യയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. റഷ്യൻ പതാക കെട്ടി നീങ്ങുന്ന ആ കപ്പലിന് അകമ്പടി പോകുന്നത് റഷ്യയുടെ സൈനിക കപ്പലാണ്. എവിടേക്കാണ് ആ കപ്പൽ നീങ്ങുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന്റെ മറുപടി ക്യൂബയിലേക്കാണെന്നുള്ളതാണ്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി കഴുത്ത് ഞെരിച്ചു മരണത്തിന്റെ വക്കത്തോളം എത്തിച്ചിരിക്കുന്ന, പട്ടിണിയും പരിവട്ടവും കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കുന്ന ക്യൂബയിലേക്കാണ് ആ കപ്പൽ പുറപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ സമ്പൂർണ്ണ നാശം ഉറപ്പാക്കിയിട്ട് മാത്രമേ പിന്മാറൂ എന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത് നിരന്തരമായ ആക്രമണങ്ങൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ, ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന വൻശക്തികളായ റഷ്യയും ചൈനയും എന്തുകൊണ്ടാണ് കൃത്യമായൊരു നിലപാട് കൈക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് ഇറങ്ങിത്തിരിക്കാത്തത് എന്നുള്ളത് ആഗോള വ്യാപകമായി ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ മറുപടി ഈ യുദ്ധത്തെ മാക്സിമം ഒരു ആഗോള പ്രശ്നമാക്കി മാറ്റാതെ, അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള യാത്രയാക്കി മാറ്റാതിരിക്കുവാൻ സമാധാനകാംക്ഷികളായ രാജ്യങ്ങൾ എല്ലാം ശ്രമിക്കുന്നുണ്ട്. കാരണം ഇനി ഒരു ലോക മഹായുദ്ധം കൂടി താങ്ങുവാൻ ഈ ഭൂമിക്ക് പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് പല പ്രബല രാഷ്ട്രങ്ങളുടെയും സമ്പൂർണ്ണ തകർച്ചയിലേക്കായിരിക്കും എത്തിച്ചേരുക. എന്നിരുന്നാൽ തന്നെയും കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ സർവവും തച്ചു തകർക്കുവാൻ മുൻപോട്ടിറങ്ങി തിരിച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് കടിഞ്ഞാണിടുകയും കൃത്യമായ മറുപടി പറയുകയും ചെയ്യുക എന്നുള്ളത് റഷ്യയുടെയും ചൈനയുടെയും പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും ഒരു വലിയ അജണ്ട തന്നെയാണ്. ഇറാന്റെ മേലുള്ള ആക്രമണം അമേരിക്ക കടുപ്പിച്ചതോടുകൂടി എന്തായിരിക്കും റഷ്യയുടെ പ്രതികരണം എന്നറിയുവാൻ കാത്തിരിക്കുന്ന ജനതകൾക്ക് മുൻപിൽ വളരെ തന്ത്രപരമായതും ഞെട്ടിക്കുന്നതുമായൊരു നീക്കമാണ് ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത്. എന്തിനാണ് റഷ്യയുടെ കപ്പൽ ക്യൂബയെ ലക്ഷ്യമാക്കി ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്? അങ്ങനെ ക്യൂബയിലേക്ക് പോകുന്ന ഈ പടുകൂറ്റൻ കപ്പലിന് അകമ്പടി സേവിച്ചുകൊണ്ട് എന്തിനാണ് ഒരു സൈനിക കപ്പൽ കൂട്ടുപോകുന്നത്? അതെ, ഈ കപ്പലിനുള്ളിലുള്ളത് വലിയ അളവിലുള്ള ക്രൂഡ് ഓയിൽ ശേഖരമാണ്. അമേരിക്കൻ ഉപരോധത്താൽ നട്ടം തിരിയുന്ന ക്യൂബ ഇപ്പോൾ രൂക്ഷമായ ഇന്ധന പ്രതിസന്ധി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്യൂബ നിലവിൽ നേരിടുന്ന രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധിയും വൈദ്യുതി തടസ്സവും പരിഹരിക്കുവാൻ വേണ്ടിയാണ് റഷ്യ ഇത്രയും വലിയ അളവിലുള്ള ക്രൂഡ് ഓയിൽ ശേഖരവുമായി ക്യൂബയിലേക്ക് പോകുന്നത്. ഏകദേശം 6,50,000 ബാരൽ ക്രൂഡ് ഓയിൽ വഹിക്കുന്ന ഒരു ടാങ്കറാണ് റഷ്യയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് റഷ്യ ഇത്രയും വലിയ അളവിൽ ക്യൂബയിലേക്ക് ഇന്ധനം കയറ്റി അയക്കുന്നത്. കാരണം വെനസ്വേലയുടെ പ്രസിഡന്റിനെ ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ പോലും മാനിക്കാതെ രാജ്യത്തേക്ക് കടന്നു കയറി കൈവിലങ്ങ് വെച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി തുറുങ്കിലടച്ചതോടുകൂടി വെനസ്വേലയുടെ ആധിപത്യം ഏറെക്കുറെ അമേരിക്കയുടെ കീഴിലേക്ക് എത്തി. അതുവരെയും ക്യൂബ വെനസ്വേലയിൽ നിന്നുള്ള ഇന്ധനമായിരുന്നു പ്രധാനമായും വാങ്ങിക്കൊണ്ടിരുന്നത്. അമേരിക്കയുടെ ഈ അധാർമികമായ നടപടിയെ തുടർന്ന് ക്യൂബയ്ക്ക് ഇന്ധന ലഭ്യത പാടെ കുറഞ്ഞത് അവരെ വലിയ അളവിൽ പ്രതിസന്ധിയിലാക്കി. ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായതോടെ ക്യൂബയിലെ വൈദ്യുതി നിലയങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് രാജ്യം കൂപ്പുകുത്തി. അതോടെ ക്യൂബ എന്ന രാജ്യം വൻതോതിലുള്ള ബ്ലാക്ക് ഔട്ടിലായി. ഈ മാർച്ച് മാസത്തിൽ ക്യൂബയുടെ ദേശീയ ഗ്രിഡ് പൂർണ്ണമായി തകരുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇരുട്ടിലാവുകയും ചെയ്തു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് റഷ്യയിൽ നിന്നും ഒന്നല്ല 2 കപ്പലുകളാണ് ക്യൂബയിലേക്ക് തിരിക്കുകയോ അല്ലെങ്കിൽ എത്തിച്ചേരുകയോ ചെയ്തിരുന്നത്. റഷ്യയുടെ പ്രധാന കപ്പലുകളായ അനറ്റോളി കൊളോക്കിൻ, സീ ഹോഴ്സ് എന്നീ 2 കപ്പലുകൾ, അതിൽ സീ ഹോഴ്സ് എന്ന കപ്പൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ക്യൂബയിൽ എത്തിയതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അനറ്റോളി കൊളോക്കിൻ എന്ന റഷ്യൻ കപ്പൽ ഏകദേശം 7,30,000 ബാരൽ ക്രൂഡ് ഓയിൽ വഹിക്കുന്ന പടുകൂറ്റൻ കപ്പലാണ്. സീ ഹോഴ്സ് ആകട്ടെ 2,00,000 ബാരലും. ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്ന അനറ്റോളി കൊളോക്കിൻ ഏപ്രിൽ ആദ്യവാരത്തോടുകൂടി ക്യൂബയിലെ മാറ്റൻസാസ് തുറമുഖത്ത് എത്തുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ തന്നെ ഇതിനു മുൻപായി പുറപ്പെട്ട സീ ഹോഴ്സ് എന്ന കപ്പൽ ഇന്ധന ഉപരോധം മറികടക്കുവാൻ വേണ്ടി കടലിൽ വെച്ച് അവരുടെ പതാകകൾ മാറ്റുകയും സിഗ്നൽ ഓഫ് ആക്കുകയും ചെയ്തിട്ടാണ് ക്യൂബയിലേക്ക് പ്രവേശിച്ചത് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതൊരു എണ്ണ കച്ചവടമല്ല, പകരം മാനുഷിക പരിഗണന, ഇതാണ് റഷ്യ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. റഷ്യൻ ഊർജ്ജ മന്ത്രി സെർജി സിവിലിയേവ് ഈ നീക്കത്തെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ വളരെ വ്യക്തമായ ചില സന്ദേശങ്ങൾ റഷ്യ ഇതിലൂടെ അമേരിക്കയ്ക്ക് നൽകുകയാണ് എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അമേരിക്ക ക്യൂബയ്ക്കുമേൽ വളരെ കർശനമായ ഇന്ധന ഉപരോധമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ റഷ്യൻ ഇന്ധനം ക്യൂബയിൽ എത്തുന്നതോടെ ഈ ഉപരോധം ലംഘിക്കപ്പെടുകയാണ്. 7,30,000 ബാരൽ ക്രൂഡ് ഓയിൽ എന്നുള്ളത് നമ്മുടെ മുൻപിൽ ഒരു വലിയ അളവാണ്. എങ്കിലും ഇത് എത്ര കാലത്തേക്ക് തികയും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഈ ഇന്ധനം ക്യൂബയുടെ 10 ദിവസത്തെ ആവശ്യങ്ങൾക്ക് മാത്രമേ തികയുകയുള്ളൂ. എങ്കിലും നിലവിലെ കടുത്ത പ്രതിസന്ധിയിൽ ഇതവർക്ക് വലിയൊരു ആശ്വാസമാണ്. ക്യൂബയിലെ നിലവിലെ ഊർജ്ജ പ്രതിസന്ധിയും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളും അത് വളരെ സങ്കീർണമാണ്. 2026 മാർച്ചിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കാര്യങ്ങൾ കൈവിട്ട സ്ഥിതിയിലാണ്. കാരണം
വൈദ്യുതി പ്രതിസന്ധി ക്യൂബയിലെ ജനജീവിതം ഇപ്പോൾ വലിയൊരളവിൽ താറുമാറാക്കിയിട്ടുണ്ട്. ഈ മാർച്ചിൽ മാത്രം 3 തവണയാണ് ക്യൂബയിലെ ദേശീയ വൈദ്യുതി ഗ്രിഡ് പൂർണ്ണമായും തകർന്നത്. അവസാനമായി മാർച്ച് 21-നുണ്ടായ തകർച്ചയെ തുടർന്ന് രാജ്യം മുഴുവൻ ഇരുട്ടിലുമായി. രാജ്യത്തെ ഏറ്റവും വലിയ പവർ പ്ലാന്റായ അന്റോണിയോ ഗുറ്ററസിലെ ബോയിലർ ചോർച്ചയും ഇന്ധനമില്ലായ്മയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. പ്ലാന്റുകൾ പലതും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. മിക്ക വീടുകളിലും ദിനം പ്രതി 16 മുതൽ 20 മണിക്കൂർ വരെ വൈദ്യുതി ഉണ്ടാകാറില്ല. ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കുവാനോ വെള്ളം പമ്പ് ചെയ്യുവാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. ഊർജ്ജ മേഖലയുടെ പ്രതിസന്ധി രാജ്യത്തെ സമസ്ത മേഖലകളെയും സമ്പൂർണ്ണമായും മരവിപ്പിച്ചു കളഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യൂബയ്ക്ക് മേൽ കടുത്ത ഓയിൽ ബ്ലോക്കേഡാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്യൂബയ്ക്ക് ഇന്ധനം നൽകുന്ന രാജ്യങ്ങൾക്കുമേൽ കടുത്ത നികുതി ചുമത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് മെക്സിക്കോ പോലുള്ള രാജ്യങ്ങൾ ക്യൂബയിലേക്കുള്ള ഇന്ധന കയറ്റുമതി നിർത്തിവെക്കുകയും ചെയ്തു. പ്രതിസന്ധി രൂക്ഷമായതോടെ ക്യൂബൻ പ്രസിഡന്റ് മിഗ്വേൽ ഡിയാസ് കാനൽ അമേരിക്കയുമായി ഉന്നതതല ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും അമേരിക്കയുടെ നിലപാട് ഇനിയും മാറിയിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ റഷ്യ വളരെ കൃത്യമായ ഒരു മുതലെടുപ്പിന് കൂടിയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇത് റഷ്യയുടെ രാഷ്ട്രീയ നീക്കം കൂടിയാണ്. റഷ്യ ഈ അവസരം തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം അവിടെ ഉറപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ റഷ്യൻ കപ്പലുകൾ തങ്ങളുടെ സിഗ്നലുകൾ ഓഫ് ചെയ്തും മറ്റ് കപ്പലുകളിലേക്ക് ഇന്ധനം മാറ്റിയും അമേരിക്കയുടെ കണ്ണു വെട്ടിച്ചായിരുന്നു ക്യൂബയിൽ എത്തുവാൻ ശ്രമിച്ചത്. എങ്കിൽ ഇപ്പോൾ പ്രത്യക്ഷമായ നീക്കമാണ് അവർ നടത്തുന്നത്. ഈ ഒരു നീക്കം അമേരിക്ക മുന്നമേ കണ്ടതാണ്. അതിനാൽ തന്നെ അമേരിക്കയുടെ പടിവാതിക്കൽ റഷ്യൻ സാന്നിധ്യം വരുന്നത് തടയുവാൻ അമേരിക്കൻ നാവികസേന റഷ്യൻ കപ്പലുകളെ നിരീക്ഷിക്കുന്നുമുണ്ട്. ആകയാൽ ഇതൊരു വലിയ അന്താരാഷ്ട്ര തർക്കമായി മാറുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. റഷ്യയെ കൂടാതെ മറ്റു ചില രാജ്യങ്ങളും സന്നദ്ധ സംഘടനകളുമൊക്കെ ക്യൂബയെ സഹായിക്കുവാൻ മുൻപോട്ട് വന്നിട്ടുണ്ട്. സോളാർ പാനലുകൾ, മരുന്നുകൾ, ആഹാരം എന്നിവയടങ്ങിയ വലിയൊരു സഹായ കപ്പൽ വ്യൂഹം ഈ ആഴ്ച ക്യൂബയിൽ എത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ധനം എത്തിയാലും ക്യൂബയിലെ പഴയ പവർ പ്ലാന്റുകൾ ശരിയാക്കാതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണുക എന്നുള്ളത് പ്രയാസമാണ്. ആ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ ചൈനയാണ് ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത്. റഷ്യ ഇന്ധനം നൽകുമ്പോൾ ചൈന പ്രധാനമായും അവർക്ക് സാങ്കേതിക സഹായങ്ങളാണ് നൽകുവാൻ വന്നിരിക്കുന്നത്. ക്യൂബയിൽ 1000 മെഗാവാട്ട് സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുവാനുള്ള വമ്പൻ പദ്ധതിക്ക് ചൈന ധനസഹായം പ്രഖ്യാപിക്കുകയും അത് നൽകി തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അതിലൂടെ ക്യൂബയ്ക്ക് ഇന്ധനത്തിന് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാൻ സഹായിക്കും. ക്യൂബയിലെ പഴക്കമേറിയ തെർമൽ പവർ പ്ലാന്റുകൾ നവീകരിക്കുവാൻ ചൈനീസ് എഞ്ചിനീയർമാർ നിലവിലവിടെ ക്യാമ്പ് ചെയ്യുന്നതായി റിപ്പോർട്ടുണ്ട്. അമേരിക്കയുടെ ഉപരോധം മറികടക്കുവാനും കപ്പലുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുവാനും ആശയവിനിമയത്തിനും ചൈനീസ് സാങ്കേതിക വിദ്യ ക്യൂബ ഉപയോഗിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. റഷ്യൻ കപ്പലുകൾ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കണ്ണുവെട്ടിച്ച് ക്യൂബയിൽ എത്തുവാൻ സ്വീകരിച്ച രീതികൾ അത് വളരെ ശ്രദ്ധേയമായിരുന്നു. റഷ്യയിലെ ഉസ്ലുഗ അല്ലെങ്കിൽ പ്രിമോർസ്ക് തുറമുഖങ്ങളിൽ നിന്നാണ് സാധാരണയായി ഈ കപ്പലുകൾ യാത്ര തിരിക്കുക. തുടർന്ന് ബോൾട്ടിക് കടൽ വഴി ഈ കപ്പലുകൾ ക്യൂബൻ അതിർത്തിയിലേക്ക് എത്തും. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തികളിൽ എത്തുമ്പോൾ കപ്പലുകൾ തങ്ങളുടെ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ കപ്പൽ എവിടെയാണ് എന്നുള്ളത് സാറ്റലൈറ്റുകൾക്ക് കണ്ടെത്തുവാൻ പ്രയാസകരമായി മാറും. നേരിട്ട് ക്യൂബൻ തുറമുഖത്തെത്തുന്നതിന് പകരം കടലിന് നടുവിൽ വെച്ച് മറ്റൊരു കപ്പലിലേക്ക് ഇന്ധനം മാറ്റുന്നു. അതിലൂടെ ഈ ഇന്ധനം ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് മറച്ചു പിടിക്കുവാൻ സഹായകമായിരുന്നു. ഈ സംഗതികൾ നടക്കുന്നത് ഫ്ലോറിഡയ്ക്ക് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അമേരിക്കൻ നാവികസേനയുടെ പിടിമുറുക്കം ഈ മേഖലയിൽ ശക്തമായി മാറി. ക്യൂബൻ തുറമുഖത്തിനടുത്ത് റഷ്യൻ കപ്പലുകൾ എത്തുമ്പോൾ അമേരിക്കൻ കോസ്റ്റ് ഗാർഡും യുദ്ധക്കപ്പലുകളും അവയെ നിരീക്ഷിക്കാറുണ്ട്. അത് തടയുവാൻ സാധ്യതയുമുണ്ട്. കൂടാതെ ഇന്ധനം ഇറക്കുവാൻ സഹായിക്കുന്ന തുറമുഖങ്ങൾക്കും കമ്പനികൾക്കുമെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യ, ചൈന, ക്യൂബ സഖ്യം ഈ 3 രാജ്യങ്ങളും ചേർന്ന് അമേരിക്കയ്ക്കെതിരെ ഒരു ത്രിരാഷ്ട്ര സഖ്യം രൂപീകരിക്കുന്നത് ലാറ്റിൻ അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ക്യൂബയിലെ ഈ ഊർജ പ്രതിസന്ധി വെറുമൊരു സാങ്കേതിക പ്രശ്നമല്ല, മറിച്ച് വലിയൊരു ഭൗമരാഷ്ട്ര പോരാട്ടമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇന്ധനമില്ലാത്തതിനാൽ രാജ്യം ഇരുട്ടിലായതോടെ ക്യൂബയിലെ ജനങ്ങളുടെ ക്ഷമ തന്നെ നശിച്ചിരിക്കുന്നു. 2026 മാർച്ചിലെ റിപ്പോർട്ടുകൾ പ്രകാരം കാസറോളാസോ പ്രതിഷേധം എന്ന് വെച്ചാൽ വൈദ്യുതി തടസ്സത്തിലും ഭക്ഷണ ദൗർലഭ്യത്തിലും പ്രതിഷേധിച്ച് ജനങ്ങൾ പാത്രങ്ങൾ കൂട്ടിയടിച്ച് ശബ്ദമുണ്ടാക്കി തെരുവിലിറങ്ങുന്ന രീതി ഇത് ക്യൂബയിൽ വലിയ സംഘർഷാവസ്ഥ തന്നെ സൃഷ്ടിച്ചു. സാന്റിയാഗോ ഡി ക്യൂബ, ഹവാന തുടങ്ങിയ നഗരങ്ങളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ തടുക്കുവാൻ കഴിയാത്ത രീതിയിൽ അക്രമാസക്തമായി. ഈ മാർച്ച് മാസം മൊറോൺ എന്ന സ്ഥലത്ത് പ്രകോപിതരായ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ആക്രമിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ദശകങ്ങൾക്കിടയിൽ ക്യൂബയിൽ ഉണ്ടാകുന്ന അപൂർവമായ അക്രമാസക്ത പ്രതിഷേധമാണിത്. ജനരോഷം തണുപ്പിക്കുവാൻ റഷ്യയിൽ നിന്നും മറ്റും എത്തിക്കുന്ന ഇന്ധനത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഏക പ്രതീക്ഷ. ക്യൂബയെ കേന്ദ്രീകരിച്ച് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള തർക്കം മുറുകുന്നത് ക്രൂഡ് ഓയിലിന്റെ അന്താരാഷ്ട്ര വിപണിയിൽ
കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, കടലിൽ അമേരിക്കയുടെയും റഷ്യയുടെയും കപ്പലുകൾ തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നത് ആ മേഖലയിലുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ബാധിക്കുവാൻ സാധ്യതയാണ്. ക്യൂബയുമായി ഇന്ത്യക്ക് ഔഷധ മേഖലയിലും കാർഷിക മേഖലയിലും സഹകരണമുണ്ട്. ക്യൂബയിലെ സാമ്പത്തിക തകർച്ച ഈ മേഖലയിലെ ഇന്ത്യൻ കയറ്റുമതിയെയും സാരമായി ബാധിച്ചേക്കാം എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 2026 ഫെബ്രുവരി 28 മുതൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും മിസൈൽ താവളങ്ങൾക്കും നേരെ കടുത്ത ആക്രമണങ്ങൾ നടത്തി വരികയാണ്. അതിനാൽ തന്നെ ഈ യുദ്ധം അമേരിക്കയുടെ സൈനിക ശേഷിയെയും സാമ്പത്തിക നിലയെയും വലിയ തോതിൽ ബാധിച്ചിട്ടുമുണ്ട്. പെന്റഗൺ ഈ യുദ്ധത്തിന് വേണ്ടി ശതകോടിക്കണക്കിന് ഡോളറാണ് അധികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയരുകയും അമേരിക്കൻ വിപണിയെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് റഷ്യയുടെ ഈ നീക്കം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം റഷ്യയെ തടയുവാൻ അമേരിക്ക ഇപ്പോൾ തയ്യാറാകുമോ എന്നുള്ളതാണ്. അമേരിക്ക ഇറാനുമായി യുദ്ധത്തിലാണെങ്കിലും ക്യൂബയ്ക്ക് മേലുള്ള തങ്ങളുടെ ഉപരോധം നടപ്പിലാക്കുവാൻ തന്നെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം. അങ്ങനെയുള്ളപ്പോൾ ഒരേ സമയം ഇറാനെ സൈനികമായും റഷ്യയെ സാമ്പത്തികമായും നേരിടുക എന്നുള്ള നയം തന്നെയായിരിക്കും അമേരിക്ക കൈക്കൊള്ളുവാൻ പോകുന്നത്. അതിനാൽ റഷ്യയുടെ ക്രൂഡ് ഓയിൽ വഹിച്ചുകൊണ്ടു പോകുന്ന അനറ്റോളി കൊളോക്റ്റിൻ എന്ന കപ്പലാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ എല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കപ്പൽ ക്യൂബൻ തീരത്തോട് അടുക്കുമ്പോൾ അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് അതിനെ തടയുവാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. എന്നാൽ ഒരു റഷ്യൻ കപ്പൽ ബലം പ്രയോഗിച്ച് തടഞ്ഞാൽ അത് റഷ്യയുമായി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമോ എന്ന ഭയം അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ റഷ്യ വളരെ ബുദ്ധിപരമായും തന്ത്രപരമായുമാണ് ഈ ഒരു അവസരം മുതലെടുക്കുവാൻ ശ്രമിക്കുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ സമയം നോക്കി ക്യൂബയെ സഹായിച്ച് തങ്ങളുടെ സ്വാധീനം ആ മേഖലയിൽ ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് റഷ്യയുടെ തന്ത്രം. എന്നിരുന്നാൽ തന്നെയും അമേരിക്ക ഇറാനുമായി യുദ്ധത്തിലാണെങ്കിലും ക്യൂബയിലേക്കുള്ള റഷ്യൻ എണ്ണക്കപ്പലുകളെ അവർ വിട്ടയക്കുവാനുള്ള സാധ്യതയും കുറവാണ്. ഒരു മാർഗവുമില്ലാതെ വന്നാൽ റഷ്യൻ കപ്പലുകളെ നേരിട്ട് പിടിച്ചെടുക്കുന്നതിന് പകരം അവയെ സഹായിക്കുന്ന കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയും കപ്പലുകളുടെ ഇൻഷുറൻസ് റദ്ദാക്കിയും അവരെ തടയുക എന്നുള്ള പദ്ധതിയാണ് അമേരിക്കയുടെ മുൻപിലുള്ളത്. അങ്ങനെ വന്നാൽ ഈ വിഷയത്തിൽ റഷ്യയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളതും ലോകം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. റഷ്യൻ എണ്ണക്കപ്പലായ അനറ്റോളി കൊളോക്റ്റിൻ വെറും ഒരു ചരക്ക് കപ്പലായിട്ടല്ല യാത്ര ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു റഷ്യൻ യുദ്ധക്കപ്പൽ ഈ കപ്പലിന് അകമ്പടി സേവിക്കുന്നുണ്ട്. അമേരിക്കൻ നാവികസേന ഈ കപ്പലിനെ തടയുവാൻ ശ്രമിച്ചാൽ അത് നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കും എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ റഷ്യ ലോകത്തിന് നൽകുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക്. മാനവിക സഹായം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് റഷ്യ നടത്തുന്ന ഈ എണ്ണക്കടത്തിനെ വെറും ഒരു കച്ചവടമായിട്ടല്ല, മറിച്ച് ക്യൂബയിലെ ജനങ്ങൾ വൈദ്യുതിയും ഭക്ഷണവുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഗുരുതരമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുൻപിൽ അമേരിക്കയുടെ ഉപരോധത്തെ അങ്ങേയറ്റം ക്രൂരമായി ചിത്രീകരിക്കുവാനും അമേരിക്കയ്ക്കെതിരായി ലോകരാഷ്ട്രങ്ങളുടെ പ്രതിഷേധം ഉയർത്തുവാനും റഷ്യ ഈ ഒരു നടപടിയിലൂടെ ശ്രദ്ധ വെക്കുകയാണ്. മാത്രവുമല്ല, അമേരിക്കയുടെ തൊട്ടടുത്തുള്ള ക്യൂബയിൽ റഷ്യൻ സാന്നിധ്യം ഉറപ്പിക്കുന്നത് വഴി ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾക്ക് കൃത്യമായ മറുപടി നൽകുവാനും പുടിൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ അതിർത്തിയിൽ ഇടപെട്ടാൽ ഞങ്ങൾ നിങ്ങളുടെ അതിർത്തിയിലും ഇടപെടും എന്നാണ് റഷ്യയുടെ നയം. റഷ്യയ്ക്കൊപ്പം ക്യൂബയെ സഹായിക്കുവാൻ ചൈനയും കൂടി ചേരുമ്പോൾ ഈ സംയുക്ത നീക്കം അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. ചുരുക്കത്തിൽ അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ തിരക്കിലായതിനാൽ ക്യൂബയിലേക്കുള്ള തങ്ങളുടെ കപ്പലുകൾ തടയുവാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് പരിമിതികളുണ്ട് എന്ന് റഷ്യ കണക്ക് കൂട്ടുന്നു. ഒരുപക്ഷെ റഷ്യൻ കപ്പലുകൾ തടഞ്ഞാൽ തന്നെ അതൊരു വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയായി മാറ്റിയെടുക്കുവാൻ റഷ്യയ്ക്ക് കഴിയും എന്നും അവർ വിശ്വസിക്കുന്നു. അത് മുൻനിർത്തിയുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ റഷ്യയുടെ ഈ നീക്കത്തെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ വിലയിരുത്തുവാൻ ശ്രമിക്കുന്നത്.